എടാ അടുത്തത് ഒരു ദോലനം എപ്പോഴാണ് ആവുക എന്ന് ചോദിച്ചാല് ഞാനിവിടെ ഉള്ളൊരു പെൻ എടുത്ത് എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ എന്ത് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഞാനിതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആട്ടി എന്ന് എഴുതുക. അതായത് ഈ റൈറ്റ് ഡയറക്ഷനിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്തു. അപ്പോൾ ഈ പെൻഡുലം എന്ത് ചെയ്തു, വലത്തെ വശത്തോട്ട് നീങ്ങും. ഓക്കെ, ഇതിവിടെ ഞാൻ നിൽക്കല്ല ചെയ്യുക. ഇതെന്ത് ചെയ്യും, ലെഫ്റ്റിലോട്ട് ഇങ്ങോട്ട് വരും, പിന്നെ എന്ത് ചെയ്യും, ഇങ്ങോട്ടും വരും. അപ്പൊ ഇതിന്റെ പൊസിഷൻ എങ്ങോട്ടാകും, ഈ ഒരു പൊസിഷനിലോട്ട്. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു, ആദ്യം റൈറ്റിലോട്ട് മൂവ് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടെത്തി, പിന്നെ വീണ്ടും ഇങ്ങോട്ടെത്തി. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് വീണ്ടും ഇത് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് തന്നെ വരും, അല്ലെങ്കിൽ ഇതിന്റെ തുലന സ്ഥാനത്തോട്ട് തന്നെ വരും. അപ്പോഴാണ് നമ്മൾ ഒരു ഓസിലേഷൻ ആയി എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ദോലനം സംഭവിച്ചു എന്ന് പറയുക. അതായത് എവിടെ നിന്നാണോ വസ്തു സഞ്ചരിച്ചത് അവിടേക്ക് തന്നെ മടങ്ങിയെത്തണം. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഒരു പെൻഡുലം സഞ്ചരിച്ചു എന്ന് എഴുതുക. ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഒരു വസ്തു സഞ്ചരിച്ച് വലത്തോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് വന്നു, വീണ്ടും ചെയ്തു ലെഫ്റ്റിലോട്ട് പോയി, പിന്നെ വീണ്ടും ചെയ്തു ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എത്തി. ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു ദോലനം എന്ന് പറയുക.